1970 കാലഘട്ടം മുതൽ പ്രവർത്തിച്ച് ജോലിയിൽ നിന്നും വിരമിക്കുന്ന പത്തനംതിട്ട സ്വദേശി രാധാകൃഷ്ണൻ നായർ അദ്ദേഹത്തിന്റെ 4 പതിറ്റാണ്ടിലെ അനുഭവങ്ങൾ ഹലാ കുവൈറ്റുമായി പങ്കുവച്ചു. 1970കളിൽ കമ്പ്യൂട്ടർ എന്നുള്ളത് മനുഷ്യ മനസ്സുകളിൽ പോലും ഇല്ലാത്ത ഒന്നായിരുന്നെന്ന് നായർ പറയുന്നു. ജോലിക്ക് കയറിയ ആ 70 കാലഘട്ടങ്ങളിൽ കമ്പ്യൂട്ടർ എന്നുള്ളത് മനുഷ്യന്റെ മനസ്സിൽ പോലുള്ള ഒരു കൺസെപ്റ്റ് അല്ല. അന്നൊക്കെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് 10 കിലോ ഭാരമുള്ള കറണ്ട് അക്കൗണ്ട്, ജനറൽ ലെഡ്ജറൊക്കെ കയ്യിലെടുക്കാൻ തന്നെ ഭാരമുള്ളത് വെച്ചാണ് ബാങ്കിങ് സർവീസ്, റീറ്റെയിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. അവിടുന്ന് ഇന്ന് വെറും ഒരു റിമോട്ട് ടെലിഫോണിൽ റിമോട്ട് ബാങ്കിങ് സിസ്റ്റമായിട്ട് മാറിയ 40 വർഷത്തെ അമേസിംഗ് മൂവ്മെന്റ്. Nobody can believe that kind of magnificent progress has taken place in the banking sector. ഒരു കാഴ്ചക്കാരനായിട്ട് നോക്കിയാൽ ഒരു ബാങ്കിങ് സെക്ടറിലുള്ള ഒരു നേട്ടം അതാണ്. കുവൈറ്റ് ബാങ്കിംഗ് മേഖലയിൽ പബ്ലിക് റിലേഷൻ, സെയിൽസ് കൾച്ചർ എന്നീ നിലകളിലൂടെ പ്രവർത്തിച്ച് ഇസ്ലാമിക് ബാങ്കായ കുവൈറ്റ് ഇന്റർനാഷണൽ ബാങ്കിന്റെ റീറ്റെയിൽ ജനറൽ മാനേജറായി വിരമിക്കുന്ന ഇദ്ദേഹം സഹപ്രവർത്തകരുടെയും സ്വദേശികളുടെയും വളരെ സൗഹാർദ്ദപരമായ സമീപനത്തെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് വേർതിട്ടിരിക്കുന്നത് എനിക്ക് യാതൊരു സ്കില്ലും ഇല്ലാത്ത ഒരാളാണ്. വെറും പബ്ലിക് റിലേഷൻ ആൻഡ് സെയിൽസ് കൾച്ചറിൽ കൂടെയാണ് ഞാൻ ഇങ്ങനെ വടിവടിയായി ഉയർന്നു വന്നത്. ഒരു ഇസ്ലാമിക് ബാങ്കിന്റെ തലപ്പത്ത് ഒരു ജനറൽ മാനേജർ റീറ്റെയിൽ ആയിട്ട് ഞാൻ റിട്ടയർ ചെയ്യുകയാണ്. ഇതിന് എനിക്ക് താങ്ങ് തണലുമായിട്ട് നിന്നത് ഈ രാജ്യത്തെ കണക്കറ്റ കുവൈറ്റ് സമൂഹം, അതായത് റോയൽ ഫാമിലി ആയാലും ശരി, മറ്റുള്ള ബിസിനസ് തലത്തിലുള്ളവരാണ് ശരി, ഒരിക്കലും ഒരു പണത്തിനും കണക്കിൽ എടുത്ത് വേ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉള്ള അവരുമായിട്ടുള്ള സൗഹൃദമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അടിസ്ഥാനപരമായിട്ടുള്ള എൻ്റെ ഒരു നേട്ടം. അതിന് എനിക്ക് അവരോട് ഒരു ജന്മം പോരാ, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അവരോട് വീണ്ടും കടപ്പെട്ടിരിക്കുക എന്നുള്ളത് ഈ അവസരത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 4 പതിറ്റാണ്ടിനിടയിൽ കുവൈറ്റ് ഭരണാധികാരികളിൽ നിന്നും പല അംഗീകാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.